നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് കൊട്ടാരക്കര ഒരു സ്ഥലത്ത് അവിടെ ഒരു വീട്ടിലൊരു സംഭവം ഉണ്ടായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ജോലിക്കാരി നിർത്തി. അവരുടെ പേര് രമ്യ എന്നാണ്. അപ്പോൾ അവിടുത്തെ ഗ്രഹനാഥൻ, അദ്ദേഹത്തിൻ്റെ പേര് ടിജു തോമസ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇവരെ ജോലിക്ക് നിർത്തി. ആദ്യമൊക്കെ വിശ്വസ്തമായിട്ട് ഇവർ ജോലി ചെയ്തു. ഇവർക്ക് മാസം 21,000 രൂപ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും പല പ്രാവശ്യമായിട്ട് പൈസ വാങ്ങി. പിന്നെ അവിടെ ഇവർ വരാൻ കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പല ആളുകളോടും പറഞ്ഞു, നമ്മുടെ ഭാര്യ ഇവിടെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ അവരവരുടെ വീട്ടിലാണ്. ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരവരുടെ വീട്ടിൽ പോയിട്ട് പിണങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അമ്മയും എൻ്റെ 2 കുട്ടികളെയൊക്കെ നോക്കാനായിട്ട് ഈ കുട്ടികളെ സ്കൂളിൽ വിടാനൊക്കെ ഒരാൾ വേണം. അങ്ങനെ പല ആളുകളോടും പറഞ്ഞു ഒരു സ്ത്രീയെ കണ്ടെത്തി. അതാണ് ഇവിടെ വന്ന ഈ രമ്യ എന്ന് പറയുന്ന സ്ത്രീ. ഒരു ലോക കൂതറ എന്ന് പറയാമോ, കാരണം അവർ വളരെ ഫ്രോഡെന്നുള്ള അവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഇവിടെ വന്നു. ഈ ഗൃഹനാഥൻ ചെയ്യാത്ത കാര്യത്തിന് എന്തോ അദ്ദേഹത്തെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തെ ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പം അങ്ങനെ പല പ്രാവശ്യം കാശ് വാങ്ങി. പിന്നെ ഇവരുടെ ഈ അവിടെ വന്നിട്ട് ഇയാളോട് കുറച്ചുകൂടെ ഭാര്യ ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഭാര്യ ഉണ്ട്, പക്ഷേ ഭാര്യ അവരുടെ വീട്ടിലാണ്. അപ്പോൾ ഇവരോട് അമിത സ്വാതന്ത്ര്യമൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിന് അപ്പോൾ സംശയം തോന്നി. അങ്ങനെ വന്ന് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. അങ്ങനെ ഇവർ ഒരു ദിവസം ഇവരുടെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ 1,80,000 രൂപ, പിന്നെ അതുപോലെ തന്നെ വേറെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇവർ അപഹരിച്ചു കൊണ്ടുപോയി. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പോരാട്ടമാണ്, അതെ, തുറക്കമാണ്. അതെ. ഇതാർക്കും ഇനി ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരു ആണുങ്ങൾക്കും അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്കും ഒരാൾക്കും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ അതിനൊരു മുൻകൈ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാത്ത തെറ്റിന് ജയിലിലും കിടന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ ഈ ഒരു പ്രവൃത്തി കാരണം ഒരു സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പരിരക്ഷ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ സ്ത്രീ കാണിച്ച ഇതിന്റെ ബേസിൽ മാത്രമാണ് ഞാൻ അകത്തു പോകേണ്ടി വന്നത്. ഞാൻ ഇന്ന് ഈ അനുഭവിക്കുന്നത്. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഇവര് എൻ്റെ വീട്ടിൽ വന്നു ഒരു ജോലിക്കായിട്ട് നിന്നു. എൻ്റെ പണം അപഹരിച്ചുകൊണ്ട് പോയി. സ്വർണം പല തവണയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊണ്ടുപോയി. ഈ താങ്കൾ പറയുന്ന ഒരു സ്ത്രീയാണ് താങ്കളുടെ കുടുംബജീവിതം നശിപ്പിച്ചത്. ഈ വീട്ടിലേക്ക് ഒരു വീട്ടു ജോലിക്കാരി കടന്നു വന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തു എന്നല്ലേ? അതെ. എങ്ങനെയായിരുന്നു ഒരു വീട്ടു ജോലിക്കാരി ഇവിടെ കടന്നു കയറാനുള്ള സാധ്യത? എൻ്റെ മാതാപിതാക്കൾ ഏജ്ഡാണ്. അവരെ കൊണ്ട് അവരുടെ കാര്യങ്ങളെ നോക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീട്ടില് എൻ്റെ കുഞ്ഞിനെ എന്നെ നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. താങ്കൾക്ക് ഭാര്യയില്ലേ? എൻ്റെ ഭാര്യയുണ്ട്. ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. അവര് വീട്ടിലാണ്. ഞാൻ അവരുടെ വീട്ടിലാണ്. ഞാൻ അവരെ പലതവണ പോയി ഞാൻ വിളിച്ചിരുന്നു. വന്നില്ല. നമുക്ക് കുഞ്ഞിന് എന്നെ സ്കൂളിൽ വിടാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു ആ സമയത്ത്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരാളിനെ ആവശ്യമാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആളിന് വരുന്നതും നമ്മുടെ വീട്ടിലേക്ക് വന്ന് കുഞ്ഞിനെ നോക്കുന്നതും ഈ കാര്യങ്ങളിലേക്ക്. ശമ്പളം കൊടുക്കുമായിരുന്നു? ശമ്പളം കൃത്യമായിട്ട് 21,000 രൂപ. 21,000 രൂപ അല്ലേ? അതെ. ഒരു മാസം 21,000 രൂപ കൊടുക്കും. അതെ. ശരി, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് താങ്കൾ പോകുന്നത്? ഈ പ്രശ്നത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ കയ്യിൽ നിന്നും ആ ടൈമിന് പൈസ ഇവര് പല ആവശ്യങ്ങൾ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശമ്പളമല്ലാതെ കൊച്ചിന്റെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അതായത് മോളെ വിടണം. ട്രിവാൻഡ്രത്ത് ഒരിടത്ത് ഒരു അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിരുന്നു. അത് കൂടാതെ അന്ന് ഒരു 25 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കടമായിട്ടാണ് വാങ്ങിച്ചത്. അത് കൂടാതെ മകന്റെ വിദ്യാഭ്യാസം ഒരു റീസൺ പറഞ്ഞല്ല അവര് വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇവിടെ നിൽക്കുമ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് ഓരോരുത്തർ വരാൻ തുടങ്ങി. ഇവരെ അന്വേഷിച്ചുകൊണ്ട് മീൻസ് അവരുടെ വീട്ടിലേക്ക് അവിടെ ചെല്ലുകയും അവിടെ നിന്ന് നേരെ ഇവിടെ ആണെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ ഇങ്ങോട്ടേക്ക് വിടുക. ഇവരുടെ വീട്ടുകാര് കുറെ ദിവസങ്ങൾ കടന്നുപോയി. കുറെ ദിവസം കടന്നുപോയപ്പോഴാണ് ഈ വ്യക്തി നമ്മളോട് അതായത് ഒരു അമിത സ്വാതന്ത്ര്യം എടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. എല്ലാ കാര്യങ്ങളിലും നമ്മളിലേക്ക് വരുന്നതായിട്ട് എനിക്കൊരു സംശയം തോന്നിയിരുന്നു. ആളുടെ പെരുമാറ്റ രീതികളും എല്ലാം അങ്ങനായി. അപ്പൊ ഞാന് അപ്പോഴത്തേനും നമ്മൾ പെട്ടുപോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൈസ എല്ലാം ഓൾറെഡി അവരുടെ കയ്യിലായിപ്പോയി. വാങ്ങിച്ചത്. അതെ. അപ്പൊ ഞാൻ അവരോട് ഈ പൈസ തിരിച്ച് റിട്ടേൺ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കാണാം അവർക്കൊരു ഈ കാര്യങ്ങളിൽ വലിയ ഇതില്ല, ഉത്സാഹമില്ല. എന്നാൽ
നമ്മളിലേക്ക് ഒരു അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഉം. അങ്ങനെ ഞാൻ പലരോടും ഇത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഇങ്ങനെ ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. സംസാരിച്ച ഇതിലാണോ എനിക്കറിയില്ല, ആദ്യമായിട്ട് ഒരാള് ഇതുപോലെ കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതുപോലെ പൈസ നിങ്ങളുടെ തരാനാണ് വീട്ടിൽ വന്നു. എവിടെ നിന്നാ വന്നത്? ഇത് ഓയൂര് സൈഡിൽ നിന്നാണ് ആദ്യം വരുന്നത്. പുള്ളിക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഏത് രീതിയിൽ? അതും ഇത്തരത്തിൽ തന്നെയായിരുന്നു. പൈസ കടമായിട്ട് വാങ്ങിയതിന് ശേഷം അവരൊരു അടുപ്പം ഉണ്ടാക്കി. അപ്പോഴാണ് അവരുടെ ഒരു നേച്ചർ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കാര്യം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ പൈസ വാങ്ങുന്നത് എന്നത്, വാങ്ങിക്കഴിഞ്ഞാൽ കൊടുക്കാതാകുമ്പോൾ എത്തരത്തിലാണ് പെരുമാറുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാൻ. അതിനുശേഷം ഒന്നിനു പുറകെ ഒന്നായിട്ട് ആണുങ്ങൾ വരാൻ തുടങ്ങി. ഓയൂന്ന് കഴിഞ്ഞിട്ട് ചെറക്കര എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഒരാൾ വന്നിരുന്നു. ഓയൂരപ്പുറം ചാത്തന്നൂർ സൈഡിൽ നിന്ന്. അതും ഇതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ലക്ഷങ്ങളുടെ കണക്കാണ്. എല്ലാവരും ലക്ഷങ്ങളുടെ കണക്കാണ് പറയുന്നത്. ഈ പറയുന്നത് ചെറുക്കനെ ഗൾഫിലേക്ക്, ചെറുക്കന്റെ വിദ്യാഭ്യാസം, അതായത് നമ്മളോട് പറയുന്ന അതേ റീസൺസ് തന്നെയാണ് പലരോടും പറഞ്ഞത്. പിന്നെ മുട്ര സൈഡിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. പിന്നെ ഇവരുടെ എല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വെളിയം നമ്മുടെ മാല സൈഡിൽ നിന്ന് ഒരു വ്യക്തി വന്നിരുന്നു. അത് പുള്ളി ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരന് ഇതുപോലെ 4 ലക്ഷം രൂപ പുള്ളിക്കാരനെ പറ്റിച്ചതാണ്. പുള്ളിയുടെ വീട്ടിന്റെ തൊട്ടടുത്ത്, ഈ പറയുന്ന പുള്ളിക്കാരത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. താങ്കൾക്ക് എനിക്ക് എന്റെ 1,80,000 രൂപയായിരുന്നു. ടിജു തോമസ് പറഞ്ഞ ആ സ്ത്രീയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നിരവധി പേരുടെ കയ്യിൽ നിന്നും അനേകം സാമ്പത്തികം ഈ സ്ത്രീ അല്ലേ മേടിച്ചു എന്നാണ് താങ്കളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഞാൻ ഭുവനേന്ദ്രൻ വെളിയത്ത് താമസിക്കുകയാണ്, മാലയിൽ താമസിക്കുകയാണ്. പരിപാടി എന്താണ് താങ്കളുടെ? ഞാൻ മുമ്പ് ടാറ്റയിൽ വർക്ക് ചെയ്തിരുന്നത്, ഇപ്പൊ ഓട്ടോ ടാക്സി ഓടിക്കുകയാണ് വെളിയത്ത്. അപ്പോ വെളിയത്ത് അറിയാം. അവര് ഞങ്ങൾ തൊട്ടപ്പുറത്ത് അവർക്ക് അപ്പയുടെ വീട്ടിലാണ് വാടക താമസിച്ചിരുന്നത്. ഇപ്പൊ എന്റെ മക്കളൊക്കെ ഗൾഫിൽ പോയി മാലയിൽ വസ്തു അടിച്ച് വീട് വെച്ച്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ പൈസയൊക്കെ ഉണ്ടെന്ന് വളരെ വലിയ വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്നതാണ്. അപ്പൊ 3.5 ലക്ഷം രൂപ സ്വർണം പണയം വെച്ച് എന്റെ വൈഫിന്റെ സ്വർണം പണയം വെച്ച് കൊടുത്തു 4 വർഷം മുമ്പ്. പിന്നെ ഞാൻ അറിയാതെ എന്റെ വൈഫിന്റെ കയ്യിൽ നിന്നും മാലയും താലിയും എല്ലാം മേടിച്ച്, എന്റെ വൈഫ് മരിച്ചിട്ട് ഇപ്പൊ 3.5 വർഷമായി. അത് ഇന്ന് വരെ കൊടുത്തിട്ടില്ല, ഒരു പൈസയും തന്നിട്ടില്ല, ബാങ്കിൽ അടയ്ക്കാനുള്ള പലിശയും തന്നിട്ടില്ല. പ്രശ്നമായി, കേസായി, ഒരു നടപടി ഉണ്ടായില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര കോടതി സെക്കൻഡ് ക്ലാസ്സിൽ കൊടുത്തേക്കാണ്. നിയമപരമായിട്ട് പോകാനുള്ള നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 വർഷമായി കേസ് നടന്നിട്ട് ഒരു സമൻസ് വന്ന് കൈപ്പറ്റിയിട്ടില്ല. ആ സമയത്ത് ആള് എസ്കേപ്പായി. ഇനിയിപ്പോ അടുത്ത സമൻസ് വരും കോടതിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എനിക്ക് പൈസ വീണ്ടെടുത്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മകളെയും കൊണ്ട് കണ്ടില്ലേ ആ വീഡിയോ ഇതാണ്. അപ്പം ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവർ തടി രക്ഷപ്പെടുത്തുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ചെയ്തിട്ടില്ല, സത്യവിധിയാണ്, പരിശുദ്ധിയാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ദിവസം ഇവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ, 1-2 രാഷ്ട്രീയ പ്രവർത്തകരും 2-3 ഗുണ്ടകളെ കൂട്ടിയിട്ട് ഇവരുടെ ഭർത്താവ് വരുന്നു. ഭർത്താവ് വന്നിട്ട് അവിടെ വന്ന് ഭീഷണിപ്പെടുത്തി അവിടെ ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിന് ശേഷം ഇവരുടെ ഭർത്താവ് ഗുണ്ടകളും ഇവരെ ആക്രമിക്കുന്നു. ഇയാളെ ആക്രമിക്കുന്നുണ്ട്. ഈ ടിജു തോമസിന് അദ്ദേഹത്തിൻ്റെ കൈക്കെന്തോ ഒരു ചെറിയ പരിക്കെന്തോ ഉണ്ട്. അതേപോലെ ഇവരുടെ മാതാവിനെ പിടിച്ച്, പ്രായമായ മാതാവ് കടപ്പിലാണ് അവർ. കാരണം ഈ മാതാവിനെ പിടിച്ച് തള്ളി അവർ വീണ് അവരുടെ കൈക്ക് ചതവും അതുപോലെയൊക്കെ ഉണ്ടാകുന്നു. എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഇവരെ. എന്താണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ? ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ആ വീഡിയോയും കൂടി നമുക്കൊന്ന് കാണാം. ഈ പൈസ ചോദിച്ചുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പം ഇവരുടെ ഭർത്താവിന്റെ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് ഗുണ്ടകൾ ടൈപ്പ്, അതുപോലെ 1-2-3 രാഷ്ട്രീയക്കാരും അറിയാം എല്ലാവരും. ഞാൻ വീഡിയോ ഉൾപ്പെടെ എടുത്തു വെച്ചേക്കുന്നതാണ്. ഈ എന്നെ ഭീഷണിപ്പെടുത്താൻ എൻ്റെ വീട്ടിൽ കയറി അക്രമം നടത്തുകയും എൻ്റെ മാതാവിനെ പിടിച്ചു തള്ളി, മാതാവിൻ്റെ വന്ന് വീണിട്ട് ദേഹത്ത് ചതവുണ്ടായിരുന്നു. ഇത് കൂടാതെ എൻ്റെ ഈ ഇടത് കൈയുടെ ഈ സൈഡിലായിട്ട് എനിക്ക് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് രമ്യ എന്ന് പറയുന്ന സ്ത്രീ അറിയാം? അറിയാം. എങ്ങനെയാ പരിചയം? ഇവിടെ കൊച്ചിനെ നോക്കാനൊക്കെ ഈ വീട്ടിൽ നിന്ന്. അമ്മ എന്തോ മർദ്ദിച്ചെന്നോ തള്ളിയിട്ടെന്നോ? അതാരായിരുന്നു? അവളായിരുന്നു. അവളല്ല, അവളുടെ ഭർത്താവ്. അപ്പൊ ഞാൻ ഈ വാതിൽക്ക നിൽക്കുകയായിരുന്നു. അന്നേരം ഇയാള് വന്ന് ഇവിടെ കൈക്ക് പിടിച്ച് വലിച്ചു. തൊട്ട് മുമ്പേ നിൽക്കുകയായിരുന്നു ഞാൻ. എനിക്ക് കാലിനൊന്നും ബലമില്ല മോനെ. ഞാനങ്ങ് പടാന്ന് പറഞ്ഞ അവിടെ അങ്ങ് വീണുപോയി.
ഇവൻ നോക്കിയപ്പോ ഞാൻ തറയെ വീണ് കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ അവൻ ഓടി വന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അങ്ങനെ പിന്നെ അയാൾക്കിട്ട് 2 പൊട്ടിച്ച് എൻ്റെ തോളയിലും ചതം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് മോനെ ഈ ഇലക്ഷൻ്റെ അന്ന് ഒരു ചെറുക്കനും വേറൊരു ചെറുക്കനും കൂടെ ഇവിടെ വന്നിട്ട് ഞങ്ങളെ വെല്ലുവിളിച്ച് പിന്നെ ഇവിടെ ഞങ്ങളെ പിന്നെ കൊന്നുകളയും ഭീഷണികളയും എന്നൊക്കെ പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തില്ലേ? പോലീസ് പരാതി കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇവര് വലിഞ്ഞ്. എനിക്കിവിടെ ഞങ്ങളുടെ ഈ ഒരു സ്ഥലമുണ്ട് പരിത്തറ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് എന്നെ ഇറക്കി തരാനാണ് പറയുന്നത്. ഇറക്കി തന്നു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയും എന്നുള്ള രീതിയിലാണ് എന്റെ സുഹൃത്ത്. എനിക്ക് ഭയമില്ല. ഞാൻ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിയതാണ്. ഇനി എന്റെ പൈസയും എന്റെ സ്വർണവും എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അഭിമാനവും എനിക്ക് വീണ്ടെടുക്കാതെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറത്തില്ല. കുടുംബജീവിതം വേണ്ടേ? എനിക്ക് വേണം, തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ ഈ ഇലക്ഷന്റെ അന്ന് പോലും ഇവരുടെ മകൻ വന്നിട്ട് ഇനി ഞാൻ ഏതെങ്കിലും നിയമകാര്യങ്ങൾക്കോ ഇതിനോ ഇറങ്ങി ഇവർക്കെതിരെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവനൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, എനിക്ക് കണ്ടാൽ അറിയാം, ഇവനെ കണ്ടാലും അറിയാം. വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കുടുംബത്ത് കയറി വന്നിട്ട് ഇവൻ ഭീഷണിപ്പെടുത്തിട്ട് പോയതാണ്. ഞാൻ മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് കുഞ്ഞിനോട്, കാര്യം അവർക്ക് 2 പേർക്കും വയ്യ, അങ്ങനെ ഇരിക്കുന്നവരാണ്. എന്നെ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ ആ മൊബൈൽ ഇങ്ങ് എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞപ്പോഴത്തേനാണ് 2 പേരും കൂടെ സ്ഥലം വിട്ടു. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ആ വീഡിയോ ഇതാണ്. അപ്പം നിങ്ങൾ ഈ ആളുകളെയൊക്കെ ഈ പെണ്ണുങ്ങളെയൊക്കെ വീട്ടിൽ നിർത്തുമ്പോൾ ശ്രദ്ധിക്കുക. പല സ്ത്രീകളും പല ഉടായ്പകളായിട്ട് വരും, പഴയ കാലമൊന്നുമല്ല. എന്നിട്ട് ഇവരെ 2 പിന്നെ ആളുകൾ പിന്നെ വന്ന് വെല്ലുവിളിച്ചു. ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന 2 ആളുകളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പുറത്തേക്ക് ഇറങ്ങി വാടാന്നൊക്കെ പറയുന്നുണ്ട്. പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ കൊല്ലുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകൻ വിസ്മയ ന്യൂസിലെ ഒരു അവതാരകനാണ്. വിസ്മയ ന്യൂസിനാണ് ഇവർ അഭിമുഖം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഭാഗമാണിത്. അപ്പോൾ അതിനകത്ത് ഈ വിസ്മയ ന്യൂസിൻ്റെ അവതാരകൻ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭയമുണ്ടോ? അപ്പോൾ പറയുന്നത്, എനിക്ക് ആരെയും ഭയമൊന്നുമില്ല, ഞാൻ സത്യം എൻ്റെ ഭാഗത്താണെന്നുള്ള എനിക്ക് ഈ നിയമത്തിൻ്റെ മുമ്പിൽ അത് ബോധിപ്പിക്കണം. അതിനുവേണ്ടി എത്ര അറ്റം ഏതറ്റം വരെയെങ്കിലും ഞാൻ പോകും. എനിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ആരുടെയും പിടിച്ചു പറിക്കാത്തൊരു വ്യക്തിയാണ്. നമ്മൾ വേറൊരു ഒരു ഇതിന് പോകാത്തതാണ്. അവിടെ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളും ഇതിൻ്റെ ഇടയിൽ സംസാരിക്കേണ്ട. ആ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ? ഈ വീഡിയോയുടെ കൂടെ തന്നെ ആ വീഡിയോയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം എന്തോ ഒരു കമ്പനിയിലെന്തോ ടാറ്റയുടെ കമ്പനിയിലോ എന്തോ ആയിരുന്നു. പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇപ്പം ഓട്ടോ ടാക്സിക്ക് ഓടിക്കുകയാണ്. അപ്പം അവിടുന്ന് പിന്നെ ഒരുപാട് പൈസകളും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങി. പിന്നെ പല ആളുകളും ഇവരുടെ വീട്ടിൽ വന്നു, ഇവരെ തെരഞ്ഞു വരാൻ തുടങ്ങി. പല ആളുകളും ഈ ടിജു തോമസിനോട് കംപ്ലൈൻറ്റ് പറയും, നമ്മുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം വാങ്ങി. അങ്ങനെ അപ്പോൾ വലിയൊരു കടക്കണി തന്നെയാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ ഈ പൈസ ചോദിക്കുമ്പോൾ ഇവരുടെ ഭാവം മാറും, ഇവരെ ഭീഷണിപ്പെടുത്തുക, ഗുണ്ടകളെ വിടുക, അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളൊന്നും സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കട്ടെ. ഇവരൊക്കെ ശരിക്കും വെടിവെച്ച് കൊല്ലുക തന്നെയാണ് വേണ്ടത്. പോലീസ് ഈ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. ഈ കോടതി തീരുമാനം എന്താണെന്നുള്ള അറിയാം. കോടതിയിൽ ഭുവനേന്ദ്രൻ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്, ഇദ്ദേഹം കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും സത്യം ജയിക്കട്ടെ, സത്യത്തിൻ്റെ ഭാഗത്ത് നമ്മളൊക്കെ നിൽക്കത്തുള്ളൂ. ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, അവരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കുക വേണം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇദ്ദേഹം പറയുന്ന ഭാഗങ്ങളെല്ലാം ക്ലിയറാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർക്ക് പരിപൂർണ ശിക്ഷ, ഇവർക്ക് പൂർണ്ണമായ ശിക്ഷ തന്നെ, കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. അത് കോടതിയും പോലീസും ഒക്കെ ഇടപെട്ടിട്ട് അത് ചെയ്യണം. ഇതുപോലുള്ള സ്ത്രീകളൊന്നും സമൂഹത്തിൽ വരാൻ പാടില്ല. കാരണം ഇവർക്ക് 21,000 രൂപ ശമ്പളം മാസം കൊടുത്തതാണ്. അപ്പോൾ ദിവസം 700 രൂപ വെച്ചിട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട്, മാസത്തിലേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 21,000 വെച്ചു. അതും പോരാഞ്ഞിട്ടാണ് ഈ ആഭരണങ്ങളും വിലപിടിപ്പുള്ള മറ്റുള്ള സാധനങ്ങളും തട്ടിപ്പറിച്ച് ഇവർ മുങ്ങിയത്. മനസ്സിലായില്ലേ? അവരെ ആ ഫോട്ടോയിൽ നോക്കിയാൽ തന്നെ, ഫോട്ടോ നോക്കുമ്പോൾ തന്നെ അറിയാം അവർ ആൾ ചില്ലറക്കാരിയല്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളൊന്നും സമൂഹത്തിൽ ഇനിയും ഉണ്ടാകരുത്. ഇതിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഇനി ആർക്കും ഉണ്ടാകരുത് ഈ ഗതി. പിന്നെ പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം പറയുന്നുണ്ട്, സ്ത്രീകൾക്കും ഉണ്ടാകരുത്. ചില സ്ത്രീകൾ വേറെ സ്ത്രീകളെ നിർത്തുന്നുണ്ട്, സ്ത്രീകൾ തന്നെ സ്ത്രീകളെ ജോലിക്ക് നിർത്തുന്നുണ്ട്. അവിടെയും ചിലപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് കേരളത്തിലെ ഇന്ത്യയിലും ലോകത്തിലെ ഏതൊരു മൂലയ്ക്കും ഇങ്ങനെയുള്ള അക്രമങ്ങളൊന്നും ഉണ്ടാകരുത്. അയാൾ ഇവർക്കൊരു ജോലി കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. വേറെ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ?
ശരി എന്നാൽ നിർത്തുന്നു. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ.